1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 വലിയ ടേബിൾ സ്പൂൺ നിറച്ചും ഉഴുന്ന്, നമ്മുടെ ദോശയ്ക്കൊക്കെ ചേർക്കുന്ന ഉഴുന്നുണ്ടല്ലേ, അത് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം തയ്യാറാക്കാൻ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം പരിപ്പാണ്, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മൂപ്പ് പല കളറാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഓരോന്നും ഓരോ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ചൂടായിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതാണ്ട് ഞാൻ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സൈസിലെ വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാകും. 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും ഇതുപോലെ പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് കപ്പലണ്ടിയാണ്. അപ്പോൾ കടല കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ ഇത് കടല